അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഗുഡ് മോർണിംഗ് പറയുന്നില്ല. കാരണം ഇന്ന് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയ ഒരു ദിവസമല്ല. കാരണം ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് ഇന്ന് രാത്രി 7 മണിക്കാണ്. പിന്നെ എന്തിനാ ഗുഡ് മോർണിംഗ് പറയണേ? അപ്പോൾ ഇന്ന് രാത്രി 7 മണിയാവാൻ കാരണം എന്ന് പറയുന്നത് കാര്യം രാവിലെ വെച്ചാൽ അത്യാവശ്യം വേനയ്ക്കുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുത്തിക്കും പോയില്ല. ഒന്ന് ഫുൾ റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് കിടന്നു കാലം അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ അത് കാരണം വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തിനാ വീഡിയോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുടക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അമ്മ ഇവിടെ ഒരു പാചകത്തിലാണ്. പാചകത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ അമ്മ ഒരു മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട വരാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കും അമ്മ അത് തന്നെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോണത്. അതെങ്ങനെ വെക്കണമെന്നുള്ള അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫുഡ് ചലഞ്ചിൻ്റെ വീഡിയോ കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ മുഴുവൻ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടക്കറിയിലേക്ക് പോവാം. അമ്മൂടെ ആദ്യം തന്നെ ഒരു ഇതെന്തിനാ പറയുമ്പോൾ ഫ്രൈ പാനല്ലേ, ഫ്രൈ പാനിൽ ഗ്യാസ് സിമ്മിലല്ലല്ലോ സിമ്മിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയ്ക്ക് ഇതെന്തിട്ടൊക്കെയാ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, സവോള, തക്കാളി എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല സാധനമുണ്ട്. തക്കാളി, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റുക. നമ്മളെ പച്ചമുളക് നീളത്തിൽ നാളികേരം അരയ്ക്കാണ്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. വഴറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പെടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ആ സമയത്ത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് മുട്ടയുടെ തൊലി ഇങ്ങനെ കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഒരു സ്പൂൺ ഇട്ടപ്പോഴോട്ടോ മഞ്ഞപ്പൊടി. അതെ, ഒരു 1/2 ടീസ്പൂണുള്ളൂ, 1 ടീസ്പൂണില്ല. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടും നന്നായിട്ട് ഇളക്കണം. അതിന് മുന്നേ നമുക്ക് മുളക് പൊടി കൂടി ഇടാം കേട്ടോ. മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാലയൊക്കെ നല്ല രീതിയിൽ അല്ലാത്തപ്പോൾ പിന്നെ പിടിച്ച് സെറ്റായി നിൽക്കും. എന്നിട്ട് വേണം നമുക്ക് അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ, മിക്സിയിലിട്ടൊന്ന് അരയ്ക്കും കേട്ടോ. ഞാൻ മിക്സിയിൽ ചാറെടുത്തിട്ടുണ്ട്. അതെ, ഇത് കുറച്ചെടുത്ത് മിക്സിയിലിടാം കേട്ടോ. സംഭവം കുറച്ച് നേരം കിടന്നോട്ടെ. ഇത് കുറച്ചുള്ളോട്ടായിരുന്നു, ബാക്കിയൊക്കെ അതിലാണ്. ഗ്യാസ് സിമ്മിലിട്ടോക്കാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്കിനി അത് അരയ്ക്കണം കേട്ടോ. അരയ്ക്കാം. കാണാം, ഇത്ര അരച്ചാൽ മതി, ഇത്ര അരച്ചാൽ മതി. അപ്പം ഇങ്ങനെ സെറ്റാവും. അപ്പോൾ ഇത് അരച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ആവും. ഇങ്ങനെ കണ്ട നാളികേരം വറുത്തരച്ചോണം ആവും. അതിലിപ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കാണ്. എന്നിട്ട് അത് ഒഴിച്ചോ ഇളക്കിയിട്ട് കണ്ടോ അങ്ങനെ ഒഴിക്കുക. നമ്മുടെ നാളികേരം വറുത്തരച്ച് വെക്കണം. ആ ഒരു കറിയുടെ പോലെ ആവും കാണാൻ വേണ്ടി, മുട്ടക്കറിയുടെ പോലെ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് മല്ലിയില ഇടാം. നമ്മളെന്തായാലും മല്ലിയില ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. അപ്പോൾ ഈ സംഭവം കണ്ടില്ലേ, ഇങ്ങനെയായിട്ട് വന്നിട്ട് നല്ല ഗ്രേവി. മല്ലിയില കുറച്ച് അതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. കുറച്ച് ഗരം മസാല പൊടി കൂടെ നമ്മൾ ഇടുന്നുണ്ട്, ഒരു തരി ഗരം മസാല പൊടി കേട്ടോ. എന്നിട്ട് നമുക്ക് മുട്ട ഇങ്ങനെ നടുചെത്തിയിട്ട് ഇടാം കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പം എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ മസാല ഒക്കെ ഇങ്ങനെ പിടിക്കുള്ളൂ കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് പിടിക്കുള്ളൂ. അങ്ങനെ 4 മുട്ട ഇട്ടിട്ട് നമ്മൾ അതിനൊന്ന് നല്ല രീതിയിൽ മുട്ടയുടെ മുകളിലേക്കൊക്കെ ഗ്രേവിക്കാക്കി നന്നായിട്ടൊന്നൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് നല്ല രീതിയിൽ ഇതിൽ കിടന്ന് സെറ്റ് ആവുന്നുണ്ട്. നല്ല തിളക്കുന്നുണ്ട്. അപ്പം ഒന്ന് കുറുകി കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം മൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടോ എടുത്തപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ആ ഒരു മുട്ടക്കറി സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, അധികം പണിയൊന്നുമില്ലാണ്ട് 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ട തരം മുട്ടക്കറിയാണിത്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. ഇന്നലെ നമുക്ക് നമ്മുടെ ഫുഡ് ചലഞ്ചിന് വേണ്ടിയുള്ള സംഭവം കാണിക്കാൻ വേണ്ടി പോകാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു ഫുഡ് ചലഞ്ച് നടത്താം. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡ് ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടി വന്നോക്കാണ് കടയിൽ. പലചരക്ക് കടയിലാണ് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിക്കനും ബീഫും മറ്റേ കാരണം ഇതാട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയാൻ അപ്പോഴേക്കും ആളത് പൊക്കി പിടിച്ച് കാണിച്ചല്ലേ. അപ്പോൾ നമുക്കത് പോയിട്ട് പുഴുങ്ങി സെറ്റ് ചെയ്തിട്ട് അടിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഫുഡ് ചലഞ്ച് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി അളിയെ റിവീൽ ചെയ്തിട്ടുള്ള കാരണം തന്നെ പ്രത്യേകിച്ച് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർപ്രൈസ് ഒന്നും ഇല്ലേ. ഇതേ മുട്ട ചലഞ്ചാണ്, പുഴുങ്ങിയ മുട്ട ചലഞ്ച്. അപ്പോൾ നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇവിടെ
നമ്മൾ ചേച്ചിയുടെ പൊഴിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കണ്ട കുറേ ഇട്ടിട്ടുണ്ട്. എത്ര മുട്ട വീത തിന്നുന്നറിയില്ല. അളിയാൻ പറയുന്ന അളിയൻ തന്നെ 20 മുട്ട തിന്നുന്ന. ഞാൻ ആ കൂടി 20 മുട്ട വാങ്ങിച്ചുള്ളൂ. നോക്കി നോക്കുക. നമ്മൾ ടൈം വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ. 2 മിനിറ്റുള്ള എത്ര മുട്ട തിന്നാൻ പറ്റുന്നൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഫുഡ് ചലഞ്ച് പങ്കെടുക്കുന്ന ഒരാൾ കൂടി ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് മത്സരിക്കാൻ പോണത് പരസ്പരം. നോക്കി നോക്കാം എന്താണ് പോണേന്ന്. മുട്ട ചലഞ്ചിന് വരുന്ന ഒരാളിത് കമോൺ. ചലഞ്ചിന് ഓക്കെ അല്ലേ? ചലഞ്ച് ഓക്കെ അല്ലേ? ഓക്കെ ചലഞ്ചിന് പുള്ളി ഓക്കെ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ കാണിക്കും. ഓക്കെ നമ്മുടെ മുട്ടൊക്കെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുട്ടൊക്കെ പുഴുങ്ങിയിട്ട് നമ്മളതിൻ്റെ തൊലി കളഞ്ഞോടുക്കാണ്. തൊലി കളഞ്ഞ അപ്പം നമ്മുടെ ഫുഡ് ചലഞ്ച് തുടങ്ങും. 20 മുട്ടയുണ്ട്. ഏറ്റവും കൂടുതൽ മുട്ട ആരെ കഴിക്കാൻ നമ്മൾ നോക്കാൻ പോണം. ഇവിടെ എല്ലാം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിപ്പയർ അല്ല പ്രിപ്പയർ. ഞാടെ തോക്കെടുത്തിട്ട് വരണേ. ആരെ വെടി വയ്ക്കാനാ? ആരെയാ? പോവിനെ വെടിക്കണ്ട. പോവി പോവാ. ഉയ്യോ തുടങ്ങ. ആര് റെഡി? ആര് റെഡി? ആര് റെഡി? ആര് റെഡി? ആര് റെഡി? ഐ ആം റെഡി. നമ്മള് നമ്മുടെ മുട്ട ചലഞ്ച് തുടങ്ങാൻ പോവാണ്. ഏറ്റവും കൂടുതൽ മുട്ട, അതിൽ ടൈം ലിമിറ്റ് ഒന്നുമില്ല. തിന്നിപ്പോ ഞാൻ ഒരെടുത്ത് 2 എടുത്തു 3 എടുത്തു 5 എടുത്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആരാണ് തിന്നണേ അതാണ് ചലഞ്ച് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഫുൾ ഓഫ് പ്രോട്ടീൻ. അച്ഛന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചേട്ടാ മൂന്നെണ്ണം എടുത്തു. ഇത് 4ാമത്തെ. നിന്റെ ഒപ്പം 3 എടുത്തു. 5 അതെ കറക്റ്റാ. ഞാൻ ഉണ്ട്. നീ 3 എടുത്ത പറ്റും പറ്റും. ഞാൻ പറഞ്ഞില്ലേ മുട്ട തീറ്റയിൽ എന്നെ ക്ഷണ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. മുട്ട കപ്പലിന് പോലെ തിന്നും. അനിഷയുടെ 7. അനിഷയുടെ വിജയിച്ചായി പ്രഖ്യാപിച്ചിരിക്കുന്നു. തുടങ്ങി. രേഷ്മ എന്നാണോ നീ നോക്കി? അയ്യോ 5 8 5 അല്ലേ? 4 5 ഒന്നാം കാലം പോയി 2ാം കാലത്തുള്ള പരിപാടിയോ? എന്നാലും 5 മുട്ട തിന്നോണ്ടി മോളെ. അയ്യോ 9 പറ്റോ പറ്റി കേൾക്കും. അപ്പൊ ഞാനുണ്ടാവും. ആറാമത്തല്ലേ? തുടക്കത്തിലല്ലേ ആവശ്യത്തില് ഞാനെടുക്കുന്നത്. പക്ഷെ പറ്റില്ല. 10ാമത്തല്ലേ? 9
ഇനി 20 എണ്ണം കിട്ടിയില്ല എന്റെ ഇഷ്ടം കഴിക്കും. വെറുതെ പോണ കോഴിനെ ഞെക്കി മുട്ട ഇവിടെ വേറെ രണ്ടാൾ ഇരുന്ന് വായി നോക്കി ഇരിക്കുന്നുണ്ട്. പറഞ്ഞതാ മൊത്തം വാങ്ങണ്ട അച്ഛന്റെ കുറെ തിന്നും. ഞാൻ നിനക്ക് ആരായാലും പെട്ടു നോയിച്ചുട്ടാ ആദ്യ ബോർഡില് പോലെ നെഞ്ച് തിരുന്നിട്ട് തൊണ്ടയിൽ ഞാനപ്പോ അതൊക്കെ തോന്നേ. ഞാനേ ആദ്യത്തെ ആവേശം കണ്ടപ്പോ ഞാൻ ചെയ്യുന്ന ഒരു വിചാരിച്ച, പക്ഷെ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ കഴിഞ്ഞില്ല വായുണ്ട് ഇങ്ങനത്തെ ഗസ്റ്റ് ഒക്കെ ഞാൻ ചെയ്യും. പക്ഷെ 9 പറ്റില്ലല്ലോ ഇപ്പൊ വയസ്സിലൊന്നും പിടിക്കാൻ പറ്റില്ല. 6 അടുത്തത് 9 6 5 മൂന്ന് പറഞ്ഞു. ഗൈസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഫുഡ് ചലഞ്ച് ആയിട്ടുള്ള മുട്ട തീറ്റ മത്സരത്തിലുണ്ടല്ലോ, പുഴുങ്ങിയ മുട്ട 9 എണ്ണ തിന്ന, 9 പുഴുങ്ങിയ മുട്ട, പിന്നെ അതുപോലെ തന്നെ 6 പുഴുങ്ങിയ മുട്ട. ഞാൻ വെറും 5 പുഴുങ്ങിയ മുട്ട കേട്ടോ. അതായത് എനിക്ക് 5 മുട്ട കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മത്സരത്തിൽ എനിക്ക് 3ാം സ്ഥാനം കിട്ടുള്ളൂ എന്ന് അങ്ങനെ തുടക്കം കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാ ജയിക്കാൻ പോണെന്നുള്ളത്. പക്ഷെ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എന്നെ ഇവര് തോപ്പിച്ചു. ഇവര് പതുക്കെ തിന്നത്, പയ്യെ തിന്ന പനി തിന്നാമ എന്നുള്ള ആ ഒരു സംഭവമില്ലേ, അതാണ് ഇവർ ഉപയോഗിച്ചത്. പക്ഷെ ഞാൻ എന്തായാലും ഇതുകൊണ്ടൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഉറപ്പായിട്ട് ഈ 2 എണ്ണത്തിന് ഞാൻ ഫുഡ് ചലഞ്ചിൽ എന്നെ മലത്തി അടിച്ചിരിക്കും. എന്നിട്ട് ഞാൻ 1ാമത് ജയിച്ചിരിക്കും. അതെന്റെ വാശിയായി പോ, വാശി. എന്തെങ്കിലും പറയാണ്ട. ഒന്നും പറയാൻ ഫുഡ് വാങ്ങണ ഒരു മത്സരത്തിൽ ഞാൻ ഇവിടെ തോപ്പിക്കണം വരെ ഞാൻ മിക്ക ദിവസം ഫുഡ് ചലഞ്ച് നടത്തും. നോക്കിയോ. എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോവാം. നല്ലത് വീഡിയോ ആണോ? അതൊന്നല്ല, നേരത്തെ വീഡിയോ എടുക്കാൻ എന്നിട്ടാ വീഡിയോ വീടാണോ? വീട് പിരിയോന്നാ പിന്നെ ബിപി പോലെയാ. ആ ചെല്ലി വീണൂല. വീണ പോലെ എന്നാണോ? പിന്നെ തോറ്റു. വീട് പോലെ ഞാൻ ചോദിച്ചതല്ലാന്ന്. വീഴൂലേതാണോ? അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. പിന്നെ തോറ്റു എന്ന് പറ. ബീഫ് പോലെയാ ഇതാ. ബീ പോലെയാ. പിന്നെ വീഴൂല. വീഴൂലേന്നാ അല്ല കറക്റ്റ് പറയും. എന്തിട്ടാ ജീപ്പ് പോലെയാ? നീയെങ്കിലും മനസ്സിലാക്കാൻ ഇങ്ങോട്ട് വന്നേ നിജ. ഞങ്ങളിപ്പോ ലോകത്തല്ല ഭാഷ. നിജ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. മാമനോട് പറയും ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. പി പോലെയാ? ജീപ്പ് പോലെന്ന് ജീപ്പ് പോലെ എന്നാണോ? ജീപ്പ് പോലെ എന്നാണോ? അതല്ല സമ്മതിച്ചില്ല. തോറ്റത് ജീപ്പ് പോലെ എന്നാണോ? പിന്നെ ജീപ്പ് പോലെ. ജീപ്പ് ആ കാർ എടുത്തിട്ടേ ജീപ്പ് പോലെ എന്ന് പറയാനാണ് പുള്ളി ഇത്ര കഷ്ടപ്പെട്ടിരുന്നത്. ഇവിടെ ഇരിക്കണം ഒരു മണ്ണന്മാർക്കും മനസ്സിലായില്ല എന്താ പറയണെന്നുള്ളത്.